വിശദമായ വാർത്തയിലേക്കാണ്. കൊളംബിയയുടെ പടിഞ്ഞാറൻ മേഖലയിലും അയൽ രാജ്യമായ എക്വഡോറിലും ശക്തമായ ഭൂചലനത്തിൽ 132 പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നടന്നതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയും കൊളംബിയയുടെ ഔദ്യോഗിക ഏജൻസിയും വ്യക്തമാക്കി. വൈഷ്ണ പ്രഭാകരനുണ്ട് വിവരങ്ങളുമായി. വൈഷ്ണ, എന്തായാലും കൊളംബിയയെ പിടിച്ചുകുലുക്കിയ തരത്തിലുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ 20 മരണം എന്നത് ഇന്ന് 100 കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ എത്രത്തോളമാണ് അതിന്റെ ആഴമെന്നത്. 132 മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുന്നത്? ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണോ സാധ്യത? അതേ കാർത്തു, കൊളംബിയയെ നടുക്കിയ ഒരു ഭൂചലനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഭൂചലനത്തിൽ മരണസംഖ്യ 132 കടന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ മുൻഗണന എന്നാണ് കൊളംബിയൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. കൊളംബിയൻ പ്രധാനമന്ത്രി അടക്കം അറിയിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ മുൻഗണന നൽകുന്നത് എന്നാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി കെട്ടിടങ്ങളാണ് ഇന്നലെ ഈ ഒരു അപകടത്തോടെ, ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടെയാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായത്. ഈ ഒരു ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ഈ കെട്ടിടങ്ങൾക്കടിയിലും ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 132 മരണസംഖ്യ കടന്നു എന്ന് പറയുമ്പോൾ 570-ലേറെ പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേരാണ് ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. അതുപോലെ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഇന്നലെ ഉണ്ടായത്. പടിഞ്ഞാറൻ കൊളംബിയയിലെ സാൻ ഹോസെ ഡെൽ പാർമർ മേഖലയാണ് ഈ ഒരു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഭൂകമ്പം കാര്യമായി ബാധിച്ച ചോക്കോ മേഖല പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. നിരവധി കെട്ടിടങ്ങളാണ് ഇവിടെ നിലം പൊത്തിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 7 വിമാനത്താവളങ്ങളും അടച്ചിട്ട നിലയിലാണ്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ കൊളംബിയയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ കൊളംബിയയുടെ അയൽ രാജ്യമായ ഇക്വഡോറിലും ഭൂകമ്പം അനുഭവപ്പെട്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവർക്ക് ഈ ഒരു ഭൂകമ്പത്തിൽ സഹായം വാഗ്ദാനം ചെയ്ത യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭൂകമ്പമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത് പസഫിക് തീരത്തോട് ചേർന്നുള്ള കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ്. ഈ ഉൾഗ്രാമങ്ങളിലേക്ക് ദുരന്ത നിവാരണ സേന എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് ശ്രമകരമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ മുൻഗണന ഇവർ കൊടുക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയറിൻ്റെ പരിധിയിലാണ് ഈ ഒരു പ്രദേശം വരുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം ഭൂചലനങ്ങൾ ഉണ്ടാകാറുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടം. ഈ ഒരു സ്ഥലത്ത് 100 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും നിരവധി കെട്ടിടങ്ങൾ തകർന്നതുകൊണ്ട് തന്നെ അതിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കാർത്തു, വൈഷ്ണ, അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു എന്നൊരു നിഗമനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 132 മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച കൃത്യമായ കണക്ക് ഭരണകൂടം നൽകുന്നുണ്ട്? അതിനെപ്പറ്റി കൂടുതൽ വ്യക്തതയില്ല കാർത്തു. എന്തായാലും 132 പേർ മരിക്കുകയും 570 പേർക്ക് പരിക്കേറ്റുകയും ചെയ്തതായിട്ടാണ് കൊളംബിയൻ അസോസിയേഷൻ ഓഫ് ക്യാപിറ്റൽ സിറ്റീസ് അറിയിച്ചിട്ടുള്ളത്. ഇവർ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ദുരന്ത പ്രതികരണ യോഗത്തിലാണ് ഈ ഒരു മരണസംഖ്യ അപകടവും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പല മാധ്യമങ്ങളും പല കണക്കുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സംഖ്യയാണ് വ്യക്തമായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. ശരി, എന്തായാലും കൊളംബിയയെ പിടിച്ചു കുലുക്കിയ തരത്തിലുള്ള ഒരു ശക്തമായ ഭൂചലനം തന്നെയാണ് കൊളംബിയ നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 132 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ്. ആ ഭൂചലനത്തിലാണ് നിരവധി കെട്ടിടങ്ങളടക്കം തകരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം നിരവധി പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഭരണകൂടം അടക്കമുള്ളത്. അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനമുണ്ട്. ഈ കൊളംബിയയിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ കുറച്ചുകൂടി ഭീകരത ഉളവാക്കുന്ന ഒരു ദൃശ്യങ്ങളിലേക്ക്.
കാണുന്നത് തന്നെ അത്രയും വലിയൊരു ഭൂചലനമാണ് കൊളംബിയയിൽ ഉണ്ടായിരിക്കുന്നത്. കെട്ടിടങ്ങളടക്കം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം, ആളുകളൊക്കെ ജീവൻ കയ്യിൽ പിടിച്ച് നിരനോടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും നിലവിൽ 132 മരണം സംഭവിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.